കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു. അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാകും ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്നത് എന്താണെന്ന്. ഒരു ക്രിസ്ത്യാനിയുടെ തീവ്ര വേദനയുടെ ചോദ്യങ്ങൾ എന്ന് മാത്രം കണ്ടാൽ മതിയെന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. എന്താണ് ഇന്ന് ക്രിസ്തീയ സഭകളിൽ നടക്കുന്നത്? ക്രിസ്തീയ വിശ്വാസം തെരുവിൽ പരസ്യമായി പിച്ചി ചീന്തപ്പെടുന്നു. സിറോ മലബാർ സഭയിലെ ജനാഭിമുഖ കുർബാന വേണോ, സിനഡ് കുർബാന വേണോ? തർക്കം വലിയ തെരുവ് യുദ്ധമായി മാറി. ഈ സഭ ഇന്ന് പിളർപ്പിന്റെയും നാശത്തിന്റെയും വക്കീലാണ്. ഇതിന് ഉത്തരവാദി ആരാണ്? വിശ്വാസികൾ പെരുവഴിയിലായിരിക്കുന്നു. ധിക്കാരികളായ അച്ഛന്മാരും കുറെ വിശ്വാസികളും സഭയെ നശിപ്പിക്കുന്നു. ചില കടുംപിടുത്തങ്ങൾ പരസ്യമായ വംശീയ വെറി തന്നെ അല്ലേ? റിപ്പീറ്റ്, ചില കടുംപിടുത്തങ്ങൾ പരസ്യമായ വംശീയ വെറി തന്നെയല്ലേ? ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ കോടതിയും പോലീസും ലാത്തി ചാർജും ഒക്കെയായി നടക്കുന്നു. സഖാവച്ചനും സംഘീയച്ഛനും ഓർത്തഡോക്സ് സഭയിൽ ഉണ്ടാക്കിയ പൊളിറ്റിക്കൽ തിയോളജി ടിവിയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും തിരുമേനിമാരെ തെറി പറയുന്നത് വരെയായി കാര്യങ്ങൾ. CSIയിലും CNIയിലും അഴിമതിയും കോടതി കേസും നടക്കുന്നു. തിരുവനന്തപുരം കത്തീഡ്രൽ പള്ളിയിൽ നടന്നതും CSI ബിഷപ്പ് ചർച്ച് ഓഫ് ഗോഡ് സഭയിൽ പോയി സ്നാനത്തെ പറ്റിയും അന്യഭാഷ പറഞ്ഞതും ഇന്ന് CSI സഭയ്ക്കും കൂട്ടായ്മയുള്ള മാർത്തോമ സഭയിലും ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. മാർത്തോമ സഭയിൽ പകുതി വിശ്വാസികളും രഹസ്യമായി കുറച്ച് അച്ഛന്മാരും ബെന്തക്കോസ്റ്റിലും ഹെവൻലി ഫീസ്റ്റിലും പോയി സ്നാനം സ്വീകരിച്ചു. അതായത് പകുതി മാർത്തോമക്കാരും മാർത്തോമ ബെന്തക്കോസ്റ്റുകാരായി ജീവിക്കുന്നു എന്ന് സാരം. ഈ മനോഭാവമുള്ള മാർത്തോമ ബെന്തക്കോസ്റ്റുകാർ സഭയെയോ തിരുമേനിമാരെയോ അനുസരിക്കാത്തവരും സഭയെ എന്നും ചോദ്യം ചെയ്യുന്നവരും ധിക്കാരികളുമായിരിക്കും. പിന്നെ തിരുമേനിമാരിൽ തന്നെ കുറെ പേര് സുറിയാനി ഓർത്തഡോക്സ് പാരമ്പര്യം വേണമെന്നാവശ്യപ്പെടുന്നവരാണ്. മരിച്ചവർക്ക് ധൂപം വെക്കുന്നവരും കുറച്ചുപേർ പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതി മുറുകെ പിടിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ മാർത്തോമ സഭയുടെ ഭാവി തുലാസിൽ നിൽക്കുന്നു. മാർത്തോമ സഭയുടെ പുതിയ തിരുമേനിമാരെ ആദരിക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ വിളിച്ചു പറഞ്ഞത് എല്ലാ സഭകൾക്കും തിരുമേനിമാർക്കും ചുറ്റിക കൊണ്ടുള്ളതും മുഖത്തേറ്റ കനത്ത അടിയുമായിരുന്നു. പെന്തക്കോസ്ത് സഭകളിൽ നടക്കുന്നത് പുറത്തു പറയാൻ കൊള്ളാത്ത അധികാര വടംവലിയും പണത്തിനു വേണ്ടി പാസ്റ്റർമാർ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ നാറുന്നതുമാണ്. കുടുംബസഭകൾ, വ്യക്തിസഭകൾ, അപ്പൂപ്പനുണ്ടാക്കിയ കൊച്ചുമക്കളുടെ സഭകൾ, അങ്ങനെ 100,000 സഭകൾ. 1000 ദൈവശാസ്ത്രവും 1000 ഭരണകർത്താക്കളും വിവരദോഷികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. 2ാം തലമുറ 3ാം തലമുറ ബെന്തക്കോസ്ത് കുടുംബത്തിൽ തന്നെ. ഒരാൾ ഷാരോൺ സഭ, ഒരാൾ AG സഭ, ഒരാൾ IPC, ഒരാൾ ബ്രദറിൻ സഭ, ഒരാൾ ന്യൂ ജനറേഷൻ DJ സഭ. ഇങ്ങനെ പോകുന്നു ബെന്തക്കോസ്തുകാർ. ഇതെല്ലാം കണ്ടുമെടുത്ത് തെരുവിലായ ദൈവവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സഭയിലും പോകാത്ത വിമർശനാത്മകവും അനുസരണയും ഇല്ലാത്ത ഒരു പറ്റം യുവതി യുവാക്കൾ. ഇവരുടെ ഭാവി എന്താണ്? മനുഷ്യനെ പൊട്ടനാക്കുന്ന ന്യൂ ജനറേഷൻ സഭകളുടെ ആവിർഭാവം ഇതിലും ദയനീയമാണ്. ഊതിവീർപ്പിക്കൽ, തൂവാല പറപ്പിക്കൽ, ഉന്തിയിടൽ, അഗ്നിയിറക്കൽ, വിവിധതരം അന്യഭാഷ സംസാരങ്ങൾ, ഉറഞ്ഞുതുള്ളൽ, വെള്ളവസ്ത്രം മാത്രമിടുന്നവർ, കൺവെൻഷനിൽ വിവരക്കേടും വിവരദോഷവും മാത്രം പറയുന്ന കഥാപ്രസംഗകർ, DJ ആരാധന നടത്തുന്ന DJ പാസ്റ്റർമാർ, കണ്ടാൽ ഗുണ്ടലുക്കുള്ള പാസ്റ്റർമാരും, അങ്ങനെ എല്ലാം കൊണ്ടും കുളം തോണ്ടിയ സഭകൾ. തങ്കു, ടിനു, ആനി, വില്ലൻ പാസ്റ്റർമാരുടെ നീണ്ട ലിസ്റ്റുണ്ട്. ബ്രദറൻ സഭകൾ ഇന്ന് ചുരുങ്ങി ഏതാണ്ട് ഒരു പരുവമായി. കർത്താവിന്റെ 2ാം വരവും ലോക സംഭവങ്ങളും യുദ്ധവും ദാനിയേലിന്റെ പുസ്തകവും വെളിപാട് പുസ്തകവും 666 പഠിച്ചും പഠിപ്പിച്ചും ക്ഷീണിച്ചു. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട എന്ന പാട്ടും പാടി ഇന്ന് ഞാൻ നാളെ നീ എന്ന പരുവത്തിൽ കാലും നീട്ടിയിരിക്കുന്ന മൂപ്പന്മാരും മാത്രം ആയിരിക്കുന്നു. ചെറുപ്പക്കാർ ഒരു നല്ല വിഭാഗം ബെന്തക്കോസ്റ്റിലും ന്യൂ ജനറേഷൻ സഭകളിലും ചേക്കേറി കഴിഞ്ഞു. ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും വന്ന് പെന്തക്കോസ്തനെ മുഴുവനായും നാറ്റിക്കുന്നതും ഇപ്പോൾ പതുക്കെ ഓർത്തഡോക്സിനെയും യാക്കോബായ സഭയെയും ചീത്ത വിളിച്ചു തുടങ്ങിയ ഗോസ്പലും ഉണ്ടാക്കുന്ന പുകിലും നാറ്റക്കേസും ചെറുതല്ല. എന്തുകൊണ്ട് 52-ൽ സെന്റ് തോമസ് സ്ഥാപിച്ച ഭാരതീയ സഭ നശിക്കുന്നു? ഇതിന് പ്രധാന കാരണങ്ങളിലൊന്ന് വംശീയ വെറി തന്നെ. ഇങ്ങനെയാണെങ്കിൽ അധികകാലം ക്രിസ്തീയ സഭകൾ ഭാരതത്തിൽ കാണില്ല. നോർത്ത് ഇന്ത്യയിലും മണിപ്പൂരിലും ക്രിസ്ത്യാനികൾ സഭകൾ അതികഠിനമായ പീഡനത്തിലൂടെ കടന്നുപോകുന്നു. ഇനി അടുത്ത 20 വർഷത്തിനുള്ളിൽ ഭാരത ക്രിസ്ത്യാനികളുടെ അവസ്ഥ കണ്ടറിയണം. ആയതുപോലെ തന്നെ അടുത്ത 10 വർഷത്തിനുള്ളിൽ ക്രിസ്തീയ കുടുംബത്തിലെ 80% അധികം യുവതി യുവാക്കളും മറ്റു രാജ്യങ്ങളിൽ കുടിയേറിയിട്ടുണ്ടാകും. ഇനി കന്യാസ്ത്രീ മഠങ്ങളിൽ പഠിക്കാനും സെമിനാരികളിൽ പഠിക്കാനും യുവതി യുവാക്കളും കാണില്ല. ഇപ്പോൾ തന്നെ പെന്തക്കോസ്റ്റിൽ 80% സെമിനാരികളും പൂട്ടിക്കഴിഞ്ഞു. ഉള്ള സെമിനാരികളിൽ കുറച്ച് മലയാളികളും ബാക്കി നോർത്ത് ഈസ്റ്റുകാരും മാത്രം.
അപ്പനും ഉപ്പാപ്പനും ഉണ്ടാക്കിയ കുടുംബസഭകളും ഇപ്പോഴേ ആളില്ലാതെ വിറ്റ് കാശ് പോക്കറ്റിലിടാൻ തുടങ്ങിയിട്ടുണ്ട്. പറയാനും എഴുതാനും 1000 അനുഭവങ്ങളുണ്ട്. കണ്ടും കേട്ടും മടുത്തു. ഈ കുറിപ്പ് കേട്ടപ്പോൾ എന്തു തോന്നി? ഇതൊക്കെ ഓരോ ക്രൈസ്തവനും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം, അല്ല ഉണ്ടാക്കണം.